എല്ലാവർക്കും നമസ്കാരം. കുറൂരമ്മയെ ഭഗവാൻ എങ്ങനെയാണ് തുണച്ചത് എന്ന് എല്ലാവർക്കും അറിയാലേ. കുറൂരമ്മയുടെ ഭക്തിയും അറിയാം. വില്ലുമംഗല സ്വാമിയാരായിട്ട് ബന്ധപ്പെട്ടുള്ള കഥ അറിയാം. കണ്ണൻ നേരിട്ട് വന്ന് ആ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതായിട്ട് കൃത്യമായിട്ട് എല്ലാവർക്കും കഥകൾ അറിയാലേ. ഇവിടെ കഥയല്ല, ഒരമ്മ എനിക്ക് അയച്ചു തന്ന അനുഭവമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. ഒന്നും പറയാനില്ല. വേഗം കേട്ടു നോക്കാം. ഹരേ കൃഷ്ണ. ശ്രീകാന്ത് സാറേ, എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനിപ്പോൾ 3 മാസം ആയി ത്രിമധുരം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട്. ഈ സംഭവം 16 വർഷം മുമ്പ് ഉണ്ടായതാണ്. അന്ന് ഞാൻ ഭഗവാനോട് ഇത്രയധികം അടുത്തിട്ടില്ല. കണ്ണനെ എനിക്ക് വിശ്വാസവും ഇഷ്ടവുമാണ്. ഗുരുവായൂർക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ ഭർത്താവ് പറയും, ഇവിടെ അടുത്തുള്ള വള്ളൂരപ്പനെ പോയി കണ്ടാൽ മതിയല്ലോ എന്ന്. ഗുരുവായൂരപ്പനാണ് എല്ലാം. ഇവിടുത്തെ അമ്പലത്തിലെ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. വള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് തിരക്കിൽ ക്യൂ നിൽക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും. അർദ്ധമനസ്സോടുകൂടി എന്നോട് പോയി വരാൻ പറയും. അങ്ങനെ ഞാൻ ഒരു ഗ്രൂപ്പ് സംഘടിപ്പിച്ചു. അമ്പലത്തിൽ നിന്ന് 16 വലിയ ആളുകളും 2 കുട്ടികളും കൂടി. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് 3 മണിക്ക് ഗുരുവായൂർക്ക് യാത്ര തിരിച്ചു. പെരുമ്പാവൂർ കഴിഞ്ഞപ്പോൾ വണ്ടിക്കൊരു മിസ്സിങ്. കാലടി പാലം എത്തുന്നതിന് മുമ്പ് വണ്ടി കേടായി നിന്നു. എല്ലാവരും കൂടി സങ്കടവും ദേഷ്യത്തോടും കൂടി എന്നോട് പലതും പറഞ്ഞു തുടങ്ങി. ഭഗവാനെ, ഇനി എന്തു ചെയ്യും? പകുതി വഴി പോലും ആയിട്ടില്ല. തിരിച്ചു പോകാനും വിഷമമാണ്. വെള്ളിയാഴ്ചയായിരുന്നു. വണ്ടികൾ വിളിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. വണ്ടി ഞങ്ങൾ തള്ളി എല്ലാം കൂടെ പാലം കടത്തി ഒരു സൈഡിൽ ഒതുക്കി. അപ്പോൾ അവിടെ വന്ന ഒരു സ്കൂൾ ഓട്ടോക്കാരൻ ഒരു വണ്ടി വേറെ വിളിച്ചു തന്നു കേട്ടോ. അങ്ങനെ സന്തോഷമായി. ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. 9 മണി കഴിഞ്ഞപ്പോൾ ഗുരുവായൂരിലെത്തി. അപ്പോഴാണ് അറിയുന്നത് ഏകാദശിയാണ്, അന്ന് കോടതി വിളക്കാണ്. ജനത്തിരക്ക് മൂലം ആ പരിസരത്തേക്ക് അടുക്കാനേ പറ്റില്ല എന്ന്. തൊഴുന്ന കാര്യം ആലോചിക്കാനേ വയ്യ. ഞങ്ങളുടെ കൂടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആരോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അകത്ത് പാസ് കൊടുക്കുന്നുണ്ട്, അത് വാങ്ങി തൊഴാം. ഇത് എവിടെയെന്ന് പറഞ്ഞില്ല. ഗോപുരത്തിനകത്താണെന്ന് ആരോ പറയുന്നത് കേട്ടു. എനിക്കവിടെ അത്ര പരിചയവും ഇല്ലായിരുന്നു. എന്തായാലും ഞങ്ങൾ കണ്ട് കയറി കൊടിമരച്ചൂട്ടിൽ നിന്നെങ്കിലും തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിന്ന് ഞാൻ പാസ് ഞാനും എൻ്റെ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയാണ്. ഇത്ര വന്നിട്ട് എന്നെ കാണാതെ പോകും. കണ്ണാ, എന്താ ഒരു വഴി, ഒന്നും എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണേന്ന്. അങ്ങനെ ഞാൻ ആ ക്യൂവിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് പിറകോട്ട് നോക്കി. അപ്പോൾ ഞാൻ ചാവക്കാട് കോടതിയിലാണ് എന്ന് പറഞ്ഞ് ഒരു ആള് വന്നു. അപ്പോൾ ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് തൊഴാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പുറത്തിറങ്ങി പോകാനും പറ്റില്ല. ഞാൻ അവിടെ നിന്ന് കണ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ 2 പാസ് ഉണ്ട്, ഒന്ന് അമ്മയ്ക്ക് തരാം. ഒരു പാസിൽ 5 പേരെയാണ് കയറ്റുന്നത്. ബാക്കി അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, രൂപ എത്രയാകുമെന്ന്. അതൊന്നും വേണ്ട, അവിടെ മുന്നിൽ നിൽക്കുന്നവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്താണോ ചോദിക്കുന്നത് അതിന്റെ മറുപടി പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാമം ജപിച്ചുകൊണ്ട് നിന്നു. ഭഗവാനെ, എല്ലാവരെയും കയറ്റിവിടണേ കണ്ണാ എന്ന്. എൻ്റെ ഊഴം എത്തിയപ്പോൾ ഞാൻ പാസ് കാണിച്ചു. എന്നോട് ചോദിച്ചു എത്ര പേരാണെന്ന്. ഞാൻ പറഞ്ഞു 18 പേരുണ്ടെന്ന്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആള് പറഞ്ഞു, ഇതെന്താ ഒരു പഞ്ചായത്തായിട്ടാണോ വന്നിരിക്കുന്നത്? തരാൻ പറ്റില്ല എന്ന്. ഇതുകൂടി കേട്ട ഞാൻ, എൻ്റെ കൃഷ്ണ, ഇനി ഞാൻ എന്തു ചെയ്യും കണ്ണാ എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ കൂടെ ഇരിക്കുന്നവർ എല്ലാവരും പറഞ്ഞു, 2 പാസ് വാങ്ങി 16 പേർക്ക് തരാം. കുട്ടികളെ കയറ്റിവിടാൻ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ മതിയെന്ന്. എന്നോട് ചോദിച്ചു ഏത് വക്കീലിന്റെ കെയർ ഓഫിലാണെന്ന്. ഞാൻ വേഗം എൻ്റെ ഭർത്താവിന്റെ പേര് പറഞ്ഞു, വിശ്വനാഥൻ എന്ന്. അദ്ദേഹം വക്കീലൊന്നും അല്ല, പക്ഷേ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. കണ്ണന്റെ കൃപ കൊണ്ട് അങ്ങനെ ഒരു വക്കീൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ പാസ് വാങ്ങി എത്തിയപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. ഞാൻ പറഞ്ഞു, ഇതെനിക്ക് ഗുരുവായൂരപ്പൻ തന്നതാണ്. പിന്നീട് എൻ്റെ പുറകിൽ ക്യൂവിൽ നിന്ന ആ ചേട്ടനോട് നന്ദി പറയാൻ നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. ഈ പാസ് കൊണ്ട് ചെന്നപ്പോൾ ആ വലിയ ബലിക്കലിന്റെ അടുത്തുള്ള ഗേറ്റ് തുറന്ന് നമ്മളെ അകത്ത് കയറ്റി നന്നായി തൊഴുതു. അന്ന് ആലിലയിൽ കിടക്കുന്ന ഉണ്ണിയായിരുന്നു ശ്രീകോവിലെ അലങ്കാരം. എൻ്റെ കണ്ണ, അവിടെ തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും കൂടി എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എപ്പോഴാണ് വിശ്വനാഥൻ ചേട്ടൻ വക്കീലായത്? ഗുരുവായൂരപ്പനായിട്ട് അമ്മയാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത് എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്താണ് മനസ്സിലാക്കാനുള്ളത്? കൃത്യമായിട്ട് ഒരമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി അമ്മ കൊണ്ടുപോയ ആളുകളാണല്ലോ. അപ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് കണ്ണന് നിർബന്ധമായിരുന്നു അല്ലേ? മറ്റാർക്കും അല്ല, കണ്ണന് ഗുരുവായൂരപ്പന് നിർബന്ധമായിരുന്നു അമ്മയെ ബുദ്ധിമുട്ടിക്കരുത് എന്ന്. അപ്പോൾ അങ്ങനെ എന്താണ് പറയേണ്ടത്? നിഷ്കളങ്കമായിട്ട് ഗുരുവായൂരിലേക്ക് കുറെ ആളുകളെയും കൂട്ടി പോവുക, ഒന്നും അറിയാതെ ഭഗവാൻ തന്നെ പാസ് കൊടുക്കുകയാണ്. ഒരു പഞ്ചായത്തിലെ ആളുകളായാലും പ്രശ്നമില്ല, വന്നോളൂ കയറിക്കോളൂ എന്ന്. ആ വിശ്വനാഥൻ എന്നുള്ള പേര് തന്നെ നമ്മുടെ മുന്നിലുണ്ടല്ലേ. എന്താ പറയേണ്ടത്? ഒന്നും പറയാനില്ല. എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. ഇത്ര അനുഭവങ്ങൾ ഇപ്പോൾ ഈ നമ്മുടെ മുന്നിൽ കേൾക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ അമ്മമാരും അയച്ചു തരുന്ന അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാൻ
നിങ്ങൾ മെസ്സേജ് അയക്കുക, ജോയിൻ ബട്ടണിലൂടെ നിങ്ങൾക്ക് വരാം. ഹരേ കൃഷ്ണ.